കഷ്ടകാലം പിടിച്ച ദിവസം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇന്ന് അങ്ങനെ ഒരു ദിവസമായിരുന്നു. രാവിലെ എറണാകുളത്ത് പോകാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയി. പിന്നെ കുറച്ചു നേരം പോസ്റ്റ് അടിച്ചിരുന്നപ്പോഴേക്കും നമുക്ക് ആലപ്പുഴ എക്സ്പ്രസ് കിട്ടിയേ. എടാ, ഒന്നും പറയാനില്ല, ഇത്ര അടിപൊളി ട്രെയിൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിൽ നമുക്ക് ശരിക്കും 3 സീറ്റുകളാണ് കേട്ടോ വരുന്നത്. ഈ സെന്ററിലെ സീറ്റ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം സീറ്റായിട്ട് യൂസ് ചെയ്താൽ മതി. ഈ ട്രെയിനിൻ്റെ അകത്താണെങ്കിൽ ഒറ്റ മനുഷ്യന്മാരില്ലായിരുന്നു. നമുക്ക് സുഖമായിട്ട് ഇരുന്നോ കിടന്നോ എങ്ങനെ വേണേലും പോകായിരുന്നു. പിന്നെ ഓരോ സെക്ഷനിലും നമുക്ക് സീറ്റിന്റെ സെന്ററിലായിട്ട് ഓരോ മിററും വരുന്നുണ്ടായിരുന്നു. ഒറ്റ സീനേ ഉള്ളൂ, മിററിന് കുറച്ച് പൊക്കം കൂടുതലായിരുന്നു. അത് സാരമില്ലടാ, ഞാൻ 2 ചെരുപ്പൊക്കെ എടുത്ത് വെച്ച് അതിന്റെ പൊക്കത്തോട്ട് കയറി നിന്നപ്പോഴേക്കും ഹൈറ്റ് അങ്ങ് സെറ്റായി. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഇത്ര അടിച്ചു പൊളിച്ചൊരു ട്രെയിൻ യാത്ര പോണത്. പിന്നെ രാവിലത്തെ ട്രെയിൻ മിസ്സായതുകൊണ്ടാണല്ലോ ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റിയത്. ഇനിയിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് ആശ്വസിക്കാം. അങ്ങനെ നേരെ ആലപ്പുഴ ഇറങ്ങി അവിടെയും കുറച്ചു നേരം പോസ്റ്റ് അടിച്ചിരുന്നു. അങ്ങനെ അവിടുന്ന് നമുക്ക് നേത്രാവതി കിട്ടിയേ. ഇത്രയും നേരം സുഖിച്ചിരുന്ന് വന്ന സുഖവും കൂടി നേത്രാവതിയിൽ കയറിയതോടുകൂടി അങ്ങ് തീർന്നു. അതിന്റെ അകത്താണെങ്കിൽ നമുക്ക് നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലായിരുന്നു. അതിന്റെ കൂടെ ഈ ട്രെയിൻ കുറച്ച് ക്ഷമ കൂടുതലാണ്. എവിടെയെങ്കിലൊക്കെ കൊണ്ട് പിടിച്ചിട്ടിട്ട് 3-4 ട്രെയിനൊക്കെ ക്രോസിംഗ് പോയി കഴിഞ്ഞിട്ടാണ് ഈ ട്രെയിൻ എടുക്കുന്നത്. എന്താ അല്ലേ? അങ്ങനെ എറണാകുളം എത്തി. അവിടുത്തെ ആവശ്യമൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് കയറിയേ. പിന്നെ എന്തിനാ വന്നേന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോഴേക്കും ഏകദേശം ക്ഷീണിച്ചൊരു പരുവമായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അവിടുന്ന് നേരെ കായംകുളം ഇറങ്ങി. കായംകുളം എത്തിയപ്പോഴാണെങ്കിലോ ഒറ്റ ബസ്സില്ല അവിടെ. അങ്ങനെ നേരെ ഒരു ഓട്ടോയും വിളിച്ച് വീട്ടിലേക്ക് പോരുന്നു. ഇനി നമുക്ക് പോയി സുഖമായെന്ന് ഉറങ്ങാം.